നമസ്കാരം. കണ്ണൂരിൽ CPM-ന് അടിപതറുകയാണ്. ഇത്രനാളും പാർട്ടിക്കുള്ളിൽ നടന്നിരുന്ന ചേരിയുദ്ധം ഇപ്പോൾ പരസ്യമായി നടക്കുന്നു. CPM നേതാവ് P. ജയരാജനെതിരെ തുറന്നടിച്ചുകൊണ്ട് മുൻ കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗം മനു തോമസ് രംഗത്ത് വന്നതോടെ പാർട്ടിക്കുള്ളിൽ കടുത്ത ഭിന്നത ഉയർന്നിരിക്കുകയാണ്. ഉന്നത പദവിയിലിരുന്ന പാർട്ടിയെ പ്രതിസന്ധിയിലാക്കിയ ആളാണ് P. ജയരാജനെന്ന് മനു തോമസ് പറഞ്ഞു കഴിഞ്ഞു. ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയായിരുന്നു അദ്ദേഹത്തിന്റെ വിമർശനം. മലയോരത്ത് പാർട്ടി ഏരിയ സെക്രട്ടറിയെ വരെ P. ജയരാജൻ മാറ്റിയിരുന്നതായി ഫേസ്ബുക്ക് പോസ്റ്റിൽ മനു തോമസ് തുറന്നു പറയുന്നു. ഇത് കണ്ണൂർ സഖാക്കളെ വലിയ രീതിയിൽ അലട്ടുന്നു. കണ്ണൂരിലെ സഖാക്കളെ രണ്ട് ചേരിയിലാക്കുന്ന തരത്തിലുള്ള ഈ ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ണൂരിലെ CPM-ൽ തന്നെ വലിയ രീതിയിലുള്ള ഒരു പൊട്ടിത്തെറിയിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. ആദ്യമായാണ് കണ്ണൂരിൽ CPM-മായി അടുത്തു നിന്ന ഒരാൾ P. ജയരാജനെതിരെ ഇത്ര രൂക്ഷമായ ഭാഷയിൽ ഒരു വിമർശനം ഉയർത്തി വരുന്നത്. P. ജയരാജന്റെ ഇന്നത്തെ അവസ്ഥ ദയനീയമാണെന്ന് മനു തോമസ് ഫേസ്ബുക്കിൽ കുറിച്ചു. വിദേശത്തും സ്വദേശത്തും മകനെയും കൊട്ടേഷൻകാരെയും ഉപയോഗിച്ച് കെട്ടിപ്പൊക്കിയ കോപ്പി കച്ചവടങ്ങളുണ്ടെന്നും മനു തോമസ് തുറന്നു പറഞ്ഞു. തനിക്കൊന്നും മറച്ചുവെക്കാനില്ലെന്ന് പറഞ്ഞ മനു തോമസ് പാർട്ടിയിൽ പുതിയ ഗ്രൂപ്പ് ഉണ്ടാക്കാൻ P. ജയരാജൻ ശ്രമിച്ചതായും വെളിപ്പെടുത്തി. ഇതോടെ ജയരാജനും മനു തോമസും തമ്മിലുള്ള പോര് പുതിയ തലത്തിലെത്തുകയാണ്. തന്റെ പ്രതികരണങ്ങൾക്ക് ജയരാജൻ ഫേസ്ബുക്കിലൂടെ മറുപടി പറയണമെന്ന പരോക്ഷ സൂചനയാണ് മനു തോമസ് വെച്ചത്. തന്റെ പോസ്റ്റിന്റെ കമന്റ് ബോക്സ് ഓഫ് ചെയ്ത് മനു തോമസ് ജയരാജനെ നേരിട്ട് വെല്ലുവിളിക്കുകയാണ്. ആർമികൾക്കായി കമന്റ് ബോക്സ് തുറന്നു കൊടുക്കുന്നില്ലെന്ന പരാമർശവും മനു തോമസ് നടത്തി. CPM-ലെ കണ്ണൂർ ജില്ലാ നേതൃത്വത്തിനെതിരെ ഗുരുതര ആരോപണങ്ങൾ ഉന്നയിച്ച മുൻ ജില്ലാ കമ്മിറ്റി അംഗം മനു തോമസിനെതിരെയും P. ജയരാജൻ രംഗത്ത് വന്നു. അതിനിർണായകമായ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പോലും പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കാത്തയാൾ സ്വർണ്ണക്കടത്ത് കൊട്ടേഷൻ സംഘത്തിനെതിരെ പോരാടുകയായിരുന്നു എന്ന അവകാശവാദം ഉന്നയിക്കുമ്പോൾ ആരെയാണ് അദ്ദേഹം കബളിപ്പിക്കാൻ ശ്രമിക്കുന്നത്? അദ്ദേഹം പാർട്ടിയിലെ ആരെങ്കിലും ലക്ഷ്യം വെച്ച് ബോധപൂർവം തെറ്റായ ആരോപണങ്ങൾ ഉന്നയിച്ചാൽ അതിന് എതിര് നിൽക്കാൻ പാർട്ടിയെ കിട്ടില്ല. അതേസമയം പാർട്ടിക്ക് ലഭിക്കുന്ന അനുഭാവികളുടെ പരാതികൾ പോലും അന്വേഷിച്ച് നടപടിയെടുക്കുന്ന പാരമ്പര്യമാണ് കണ്ണൂർ ജില്ലയിലെ പാർട്ടിക്കുള്ളത്. ഇവിടെ ഒരു ജില്ലാ കമ്മിറ്റി അംഗത്തിന്റെ പരാതി എത്രമാത്രം ഗൗരവമായാണ് പരിഗണിച്ചിട്ടുണ്ടാവുക എന്നത് നമുക്ക് ഊഹിക്കാവുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ഇക്കാര്യത്തിൽ തിരുത്തൽ വരുത്തേണ്ടത്. പാർട്ടി ജില്ലാ കമ്മിറ്റിയിൽ മുഴുവൻ സമയ പ്രവർത്തകൻ എന്ന നിലയിൽ ഉൾപ്പെടുത്തപ്പെട്ടപ്പോൾ ഒരു കാര്യം അദ്ദേഹത്തോട് പാർട്ടി ആവശ്യപ്പെട്ടിരുന്നു: തളിപ്പറമ്പിലും തലശ്ശേരിയിലും നടത്തുന്ന വ്യാപാര സംരംഭങ്ങളിൽ നിന്ന് ഒഴിവാകണമെന്ന്. ഇതൊക്കെയാണ് P. ജയരാജൻ മനുവിനെതിരെ ഉതിർത്ത അവകാശവാദങ്ങൾ. ഏതായാലും കണ്ണൂർ ജില്ലയിൽ P. ജയരാജനെതിരെ ഇപ്പോൾ CPM-ൽ നിന്ന് ഒരു സമുന്നതനായ നേതാവ് വരുമ്പോൾ വലിയ രീതിയിലുള്ള ഒരു പൊട്ടിത്തെറി CPM-ൽ ഉണ്ടാവുകയാണ്. മാത്രമല്ല, മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെയും ഇപ്പോൾ CPM-നകത്ത് നിന്ന് വലിയ രീതിയിലുള്ള ഒരു വിരുദ്ധത ഉണ്ടാവുകയാണ്.